ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1199 കർക്കിടക മാസം 32-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:44 പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങസംക്രമവും പുതുവർഷം 1200-ാം ആണ്ടിൻ്റെ തുടക്കവും. ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 1200 മീനമാസം 15-ാം തീയതി അഥവാ 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും, മേടം 31-ാം തീയതി അഥവാ 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും, ഇടവം 5-ാം തീയതി അഥവാ 2025 മെയ് 19 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു. കൂടാതെ കുജൻ ശരാശരി 45 ദിവസം കൂടുമ്പോഴും, ബുധൻ 14 ദിവസം കൂടുമ്പോഴും, ശുക്രൻ 24 ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം 1200 അഥവാ 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷക്കാലത്തെ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ വിലയിരുത്തുന്നത്. ഇവർക്ക് പൊതുവെ നല്ല സമയമാണ്. കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളും ഗുണകരമാണ്. ആഗ്രഹങ്ങൾ സഫലമാകും. ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വാക്കും ചിന്തയും പ്രവൃത്തിയും ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ അസംതൃപ്തികൾ അകലും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരികെ ലഭിക്കും. സ്വത്തുതർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നിഷ്കർഷയോടെ ചെയ്തു തീർക്കും. സമാന ചിന്താഗതി ഉള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. സാമൂഹ്യ സേവന രംഗത്ത് വ്യാപൃതരാകും. ആർഭാടങ്ങൾക്ക് സ്വയം നിയന്ത്രണം ഉണ്ടാകും. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. മന്ദഗതിയിലായ കച്ചവടങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. കലാകായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും. പഴയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും. മന്ത്രിമാർക്ക് തൽസ്ഥാനം രാജിവെക്കേണ്ടി വരും. മെഡിക്കൽ മേഖലയിൽ ഉള്ളവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. ക്ഷേത്ര ജീവനക്കാർക്കും അവസരം അനുകൂലമാണ്. സന്താനങ്ങൾക്കായി കാത്തിരുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. സന്താനങ്ങൾക്ക് ശ്രേയസ്സും അഭിവൃദ്ധിയും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും. പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും. മുൻപ് ചെയ്ത പ്രവൃത്തികളുടെ ഫലങ്ങൾ അനുഭവത്തിൽ വരും. പഴയ ചില ബന്ധങ്ങൾ വീണ്ടും സജീവമാകും. പൂജാതി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാനാകും. വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ആഭരണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കും. ചില വിപരീത ഫലങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ സമരം മൂലം ഫാക്ടറികൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദൂരയാത്രകൾ ആവശ്യമായി വരും. വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾ അലട്ടിയേക്കും. ആശുപത്രി വാസത്തിനും യോഗമുണ്ട്. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിൻവാങ്ങും. നിയമ നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും.
ഭക്ഷ്യ വിഷബാധയ്ക്കും സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടും. സർക്കാരിൽ നിന്ന് നികുതി സംബന്ധമായ ചില നടപടികൾ ഉണ്ടായേക്കാം. മാതൃസ്ഥാനീയരുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ പണം ധാരാളം ചെലവഴിക്കും. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നതും 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നതും 2025 മെയ് 19 നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റവും ഇവർക്ക് അത്ര ഗുണകരമല്ല. ഇടവം, കന്നി, ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ശാസ്താവിനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക. പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.